ഹായ് ഓൾ, ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെള്ളക്കടലക്കറി. എങ്ങനെ വെള്ളക്കടലക്കറി ഉണ്ടാക്കാമെന്നാണ്. അതിൽ ഞാൻ ഇവിടെ കഴുകി എടുത്ത് വെച്ച് നല്ല വെള്ളത്തിലിട്ട് വെച്ച കടലയുണ്ട്. പിന്നെ അതിനകത്തോട്ട് വേണ്ട സവോള, ഒരു വലിയ സവോള, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, ഒരു ചെറിയ കഷ്ണം തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ അതിനകത്തായിട്ട് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം എല്ലാവരുടെ ആവശ്യത്തിന് എടുക്കുക. ഞാനിവിടെ ഇപ്പോൾ കാശ്മീരിയും മുളക് പൊടിയും നല്ല മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾ, ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി. ഇത്രയും സാധനമാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ കഴുകി വാരി വെച്ചേക്കണ കടല എടുത്ത് വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മൾ കുക്കറിയിട്ടിടുക. മൊത്തം നമ്മൾ കുക്കറിയിട്ടിട്ട് അതിന് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പൊടികളും ഇട്ട് കുക്കറിൽ നമ്മൾ മൊത്തം കടലയിട്ട് അതിനകത്തേട്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ട സവോള, ആവശ്യത്തിന് ഒരു പിടി, ഞാനിപ്പോൾ ഒരു പിടി സവോളയാണ് അതിനകത്തേട്ട് ഇടുന്നത്. ഒരു പിടി സവോള, ലേശം കറിവേപ്പില, പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കണ എല്ലാ പൊടിയും കൂടി നമ്മൾ ഇതിനകത്തേട്ട് തട്ടിയിടുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ നമ്മുടെ കടലയെല്ലാം വെന്ത് നല്ല പരിവായി വന്നിട്ടുണ്ട്. ഒരു 6 വിസിലാണ് ഞാൻ കേൾപ്പിച്ചത് കേട്ടോ. കാരണം ഞാൻ കടല നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്, അതുകൊണ്ട് ഞാൻ 6 വിസിൽ കേൾപ്പിച്ചു. നല്ലതായിട്ട് കടല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടപ്പത്ത് വെക്കുക. അത് ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്തായിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായി വരണം. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടാണ് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം, ഈ മറ്റേ ഇൻഗ്രീഡിയൻസ്, കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കേണ്ടത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഒരു ലേശം കടുക്, ലേശം മാത്രം കടുക്, ലേശം കടുക് ഇടുക. ഞങ്ങളിവിടെ കൂടുതൽ കടുക് ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ലേശം കടുക്. ആ കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളതൊന്ന് പതുക്കി ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവോളയുടെ നമ്മൾ ഒരു സവോള എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് നമ്മൾ കുക്കറിൽ ആദ്യമേ നമ്മൾ വേവിക്കാൻ ഇട്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാലൻസ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് മൂടി മാറ്റി നോക്കണം. കാരണം തക്കാളി വെന്തോന്ന് അറിയാനുണ്ട്. ഈ തക്കാളി ഇപ്പോൾ നല്ലതായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ലതായിട്ട് തക്കാളി ഇത് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഈ സവോളയ്ക്കും തക്കാളിക്കും വേണ്ട ജസ്റ്റ് പൊടികൾ, ഒരു ലേശം പൊടികൾ. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തേക്കണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഓൾറെഡി കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ കടല വേവിക്കാൻ നേരത്തെ ഓൾറെഡി പൊടികളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ ഇട്ട് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറാനായിട്ട്, അതിൻ്റെ ആ ഒരു പച്ചച്ചോവ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ അതിനകത്തിട്ട് കടലയിട്ട ഒരു പച്ചച്ചോവയായിരിക്കും, അതൊന്ന് മാറാനായിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് വഴറ്റി യോജിപ്പിക്കണം. ഇപ്പം എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഒരു ലേശം ഉപ്പ് കൂടി, നമ്മൾ ഓൾറെഡി കടലയിൽ ഉപ്പിട്ടാ വേവിച്ച്, പക്ഷേ നമ്മളൊരു ലേശം ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കണം കടല ഇതിനകത്തേട്ട് നമ്മൾ തട്ടിയിടുക. തട്ടിയിട്ട് നമ്മൾ നല്ലതായിട്ട് ആ മസാലയും നമ്മുടെ ഈ കടലയിട്ട് നല്ലതായിട്ട് ചേർത്ത് യോജിപ്പിക്കുക. നിങ്ങൾക്ക് കുക്കർ കഴുകി ഒരു ലേശം വെള്ളം കൂടി ഇതിനകത്തായിട്ട് ഞാൻ ഒഴിക്കുന്നു. നമ്മുടെ സൗകര്യത്തിന് നമുക്ക് എന്തോരം കറിക്ക് വേണോ അത്രയും നമുക്ക് സൗകര്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ.
പിന്നെ തീ ഒന്ന് കയറ്റി വയ്ക്കുക, ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് ഉപ്പെല്ലാം നോക്കി നമുക്ക് വാങ്ങാം. നമ്മുടെ കറിയെല്ലാം നല്ലതായിട്ട് തിളച്ച് നല്ല പരിവായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറുക്കണമെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് അടുപ്പത്ത് തന്നെ വെച്ച് കുറുക്കുക. ഞാൻ എൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ആണ്, ഉപ്പ് കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. അപ്പം ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വെള്ളക്കടലക്കറി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു സോ മച്ച്.